ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷംസീർ. നിങ്ങൾ കാണുന്നത് ഈ സീരീസ് മലയാളം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് 2021 അവസാനിക്കുമ്പോൾ നമ്മൾ 2022 എങ്ങനെ നമുക്കൊരു കിഡ്സ് ചാനൽ ആരംഭിച്ച് അത് ഗ്രോ ചെയ്യിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിലെന്തൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ കിഡ്സ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തതിൽ ഒരുപാട് ആളുകൾ പല ക്വസ്റ്റ്യൻസും ചോദിച്ചിരുന്നു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരുപാട് ആളുകൾക്ക് ഇതിൽ സംശയമുണ്ട്. എങ്ങനെയാണ് ഒരു കിഡ്സ് ചാനൽ ആരംഭിക്കുക എന്നുള്ളതൊക്കെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കിഡ്സ് ചാനൽ ആരംഭിക്കാനൊന്നുമില്ല, കുട്ടികൾക്ക് കാണാൻ പറ്റാവുന്ന, കുട്ടികൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടൻറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് നോൺ മെയ്ഡ് ഫോർ കിഡ്സ് ആണോ അല്ലെങ്കിൽ മെയ്ഡ് ഫോർ കിഡ്സ് ആണോ എന്ന് ചോദിക്കുന്ന സ്ഥലത്ത് നമ്മൾ മെയ്ഡ് ഫോർ കിഡ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളൊരു കിഡ്സ് ചാനൽ ആരംഭിക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ കിഡ്സ് ചാനൽ ആരംഭിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു പക്ക കിഡ്സ് ചാനലാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കണ്ടൻറ്റും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രമായിരിക്കണം. മറ്റ് കണ്ടൻറ്റുകളൊന്നും ആ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു കിഡ്സ് ചാനൽ ആരംഭിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ പുതിയൊരു കിഡ്സ് ചാനൽ ആരംഭിക്കുകയാണ്. അപ്പോൾ കിഡ്സ് ചാനൽ ആരംഭിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആദ്യം ഉണ്ടായിരിക്കേണ്ടത് ഏത് ഏജ് ഗ്രൂപ്പിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാവണം നമ്മൾ ചെയ്യേണ്ട വീഡിയോ എന്നുള്ളതാണ്. അതായത് ചെറിയ കുട്ടികൾ 5 വയസ്സ് മുതലുള്ള 10 വയസ്സ് വരെയൊക്കെയുള്ള ചെറിയ കുട്ടികൾക്ക് കാണാനുള്ള കണ്ടൻറ്റുകളുണ്ട്. അത് നിങ്ങൾ കിഡ്സ് ചാനലുകൾ പലതും എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ പറ്റ ചെറിയ കുട്ടികൾ 5 വയസ്സ് മുതൽ മേൽപോട്ട് ഒരു 10 വയസ്സ് വരെ അല്ലെങ്കിൽ 15 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് കാണാനുള്ള കണ്ടൻറ്റുകളുണ്ട്. അതേപോലെ അതിൻ്റെ മേലേക്കുള്ള 15 വയസ്സ് മുതൽ മേലേക്കുള്ള കുട്ടികൾക്ക് കാണാനുള്ള കണ്ടൻറ്റുകളുമുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടുള്ള കിഡ്സ് കണ്ടൻറ്റുകളും ഉണ്ട്. അപ്പോൾ പല കിഡ്സ് ചാനലുകളും നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ എങ്ങനത്തെ വീഡിയോ കാണണം എന്നുള്ളത്. കുറച്ച് കിഡ്സ് ചാനലുകൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക ആദ്യം. അപ്പോൾ ആ ഒരു കിഡ്സ് ചാനലുകളിലുള്ള വീഡിയോസൊക്കെ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ അതിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഏത് ഏജ് ഗ്രൂപ്പുകളിൽ പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന് പറ്റിയ കണ്ടൻറ്റുകൾ, അതിന് പറ്റിയ സബ്ജക്റ്റുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇങ്ങനെ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സബ്ജക്റ്റുകൾ നമുക്ക് 2 രീതിയിൽ തിരഞ്ഞെടുക്കാൻ പറ്റും. ഒന്ന്, നോർമലായിട്ടുള്ള കിഡ്സ് കണ്ടൻറ്റുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്ന കാർട്ടൂണുകൾ, അതേപോലെ ടോയ്സിൻ്റെ വീഡിയോസ്, ഇത് ഒക്കെ നോർമലായിട്ടുള്ള കിഡ്സ് കണ്ടൻറ്റുകളാണ്. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമതായിട്ട് ഉള്ളത് ട്രെൻഡിങ് ടോപ്പിക്കുകൾ കണ്ടെത്തിയിട്ട്, കിഡ്സ് കണ്ടൻറ്റുകളിലും ഇതുപോലെ ട്രെൻഡിങ് ടോപ്പിക്കുകളുണ്ട്. എല്ലാ വീഡിയോസിലുള്ള പോലെ തന്നെ കിഡ്സ് കണ്ടൻറ്റിലും ട്രെൻഡിങ് ടോപ്പിക്സുകളുണ്ട്. അപ്പോൾ ട്രെൻഡിങ് ടോപ്പിക്സുകൾ കണ്ടെത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് കിഡ്സ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. ട്രെൻഡിങ് ടോപ്പിക്സ് എന്നൊക്കെ പറയുമ്പോൾ ചില കാലത്ത് മാത്രം ക്ലിക്ക് ആവുന്ന തരത്തിലുള്ള കണ്ടൻറ്റുകളെയാണ് ട്രെൻഡിങ് ടോപ്പിക്സ് എന്ന് പറയുക. അതായത് ചില ടൈമിൽ, ഇപ്പോൾ കിഡ്സ് കണ്ടൻറ്റുകളിൽ ചില ടൈമിൽ ക്ലിക്ക് ആവുന്ന ചില കാർട്ടൂൺ കഥാപാത്രങ്ങളുണ്ട്. അതേപോലെ തന്നെ ചില ടോയ്സുകൾ ചില സമയത്ത് മാത്രം ക്ലിക്ക് ആവുന്ന, ഇപ്പോൾ കാർട്ടൂൺ കഥാപാത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ടോയ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ, ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നമ്മൾ കണ്ടെത്തിയിട്ട് ആ ഒരു ടോപ്പിക്സിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മളിപ്പോൾ സാധാ നോർമൽ വീഡിയോസ് ചെയ്യുമ്പോൾ ഒരുപാട് ചാനലുകൾ അതേപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതായത് മറ്റുള്ളവർ ചെയ്യാത്ത ടോപ്പിക്സുകളാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ റീച്ച് കിട്ടാൻ ഒരുപാട് ചാൻസ് ഉള്ള മേഖലയാണ് കിഡ്സ് ചാനലുകൾ എന്നുള്ളത്. അതായത് നമ്മൾ മറ്റുള്ളവർ ചെയ്യാത്ത രീതിയിലുള്ള സബ്ജക്റ്റുകൾ എടുത്താൽ അതിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. അതായത് ആ ഒരു കണ്ടൻറ്റ് നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കുട്ടികൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് അത് റെക്കമെൻഡ് ചെയ്യും.
അതേപോലെ സെർച്ചിങ്ങിലൂടെ കൂടുതൽ വ്യൂസും അതിന് ലഭിക്കും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ഓൺ കണ്ടൻറ്റ്, അതായത് മറ്റുള്ളവരുടേത് കോപ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തെറ്റൊന്നുമല്ല. നമുക്ക് മറ്റുള്ള കണ്ടൻറ്റുകളൊക്കെ നോക്കിയിട്ട് അതേപോലെ നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ ഒരു ഓൺ കണ്ടൻറ്റാണ്, നമ്മുടെ സ്വന്തം കണ്ടൻറ്റാണ് എന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടൂല, ഒരുപാട് വ്യൂസ് അതിലേക്ക് വരാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ കിഡ്സ് ചാനലുകൾ തുടങ്ങുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്സ് ചാനൽ 2022 നമ്മൾ തുടങ്ങാനിരിക്കുന്ന കിഡ്സ് ചാനൽ നമുക്ക് വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. കിഡ്സ് ചാനലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്കടിയിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തി ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. ഇതേപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിച്ചാൽ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയുമായി ഗുഡ് ബൈ.